ഹായ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് മീനാണ് കേട്ടോ. എന്താണ് കിളിമീൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ വരുമ്പോൾ കിളിമീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ കറിക്കല്ല കേട്ടോ, ഇത് വറുക്കാനായിട്ടാണ്. അപ്പോൾ എനിക്ക് മീൻ ക്ലീനാക്കി പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീൻ മസാല, ഉപ്പെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നൈറ്റ് ഫുഡ് ഇന്ന് ചോറാണ്. അപ്പോൾ ചോറിനും കൂടെ ഉള്ള അരിയിട്ട് കുക്കറിൽ വെച്ചു കേട്ടോ. പിന്നെന്താ കറി എന്താണ്, ഇന്നും പരിപ്പ് കൊണ്ടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് വേവിച്ച് വെള്ളത്തിൽ കൂർക്ക നല്ല വലിയ കഷ്ണങ്ങളായിട്ട്, സാമ്പാറിനൊക്കെ മുറിക്കുന്ന പോലുള്ള കഷ്ണങ്ങളായിട്ട് ഒരു 1/4 കിലോ കൂർക്കോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ വെള്ളത്തിലിടുക. അതിനൊപ്പം ഒരു സവാള, ഒരു തക്കാളി, 4-5 പച്ചമുളകും കൂടെ ചേർത്ത് ഈ പരിപ്പ് വേവിച്ച അതിൽ തന്നെ ഇട്ട് ഒരു വിസിലടുപ്പിക്കുക. ഒരു വിസിലടിക്കുമ്പോഴേക്കും പരിപ്പായതുകൊണ്ട് നിറഞ്ഞ് ചിന്തിപ്പോയിട്ടാണ് വിസിലിലൂടെ. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി പിന്നെ എത്ര പുളി ആവശ്യമുണ്ട് ഞാൻ പറയാട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഒരു വിസിലടുപ്പിച്ച നമ്മുടെ കൂർക്കയും പരിപ്പും കൂടെ വേറൊരു പാത്രത്തിലോട്ട് ആക്കുക. എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് അതിൽ വലിപ്പം പോരാ. അത് കഴിഞ്ഞ് ആ എടുത്ത പുളി ഞാനും പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കഴിഞ്ഞ് ഒരു 3/4 ഭാഗം തേങ്ങയും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു തിള വരുമ്പോൾ അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് താളിക്കാനുള്ള പരിപാടി നോക്കാം. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. നമ്മുടെ സ്ഥിരം പരിപാടി. പിന്നെ ചെറിയ ഉള്ളി ചേർക്കുക, കറിവേപ്പില ചേർക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലോട്ടത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ കൂർക്കച്ചാറ് റെഡി ആയിട്ടുണ്ട്. പരിപ്പായതുകൊണ്ട് ഇതിന് കുറുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ലൂസായിട്ട് വെച്ചിറക്കണം. അപ്പോൾ കൂർക്കക്കറി റെഡിയായി. പിന്നെ നമ്മുടെ മീൻ മസാല വെച്ചത് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ വറുത്തു കേട്ടോ, അത് വീടെടുക്കാൻ വിട്ടു. എന്നിട്ട് ബാക്കി മീനും കൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കൂടെ വിളമ്പാം. കൂർക്കച്ചാറ്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ചമ്മന്തി, മീൻ വറുത്തതും. അപ്പം ചോറുണ്ടിട്ട് വരാം കേട്ടോ.